അപ്പോൾ നമ്മളെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എടുത്തതെന്നാ പോസ്റ്റ് ചെയ്യുന്നതെന്നാണെന്ന് കേട്ടാൽ നിങ്ങൾ എന്നെ ഞെട്ടിപ്പോവും. നമ്മളിത് അത്തത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ കേട്ടോ. ഒരു ഫുള്ളായിട്ട് 10 days നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടണം എന്നൊക്കെ കരുതിയത്. പക്ഷേ എന്ത് ചെയ്യാം, സാഹചര്യം നമ്മൾ സമ്മതിച്ചില്ല. സാഹചര്യമല്ല കേട്ടോ, മടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എഡിറ്റ് ചെയ്യാനുള്ള മടി, വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഷോർട്സും കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് കരുതി, പക്ഷെ ഒന്നും നടന്നില്ല. എനിക്കെന്തോ ഇപ്രാവശ്യം ഒന്നിനും തോന്നിയില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ വീഡിയോസ് ഇട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ എഴുന്നേറ്റ്, എനിക്ക് തോന്നണം ഞാനൊന്ന് ഒരു 3:45 ആ നേരത്തൊക്കെ നീച്ചിട്ടുണ്ടാവും. എനിക്ക് എന്ത് ചെയ്തിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 3:30 സമയമൊക്കെ ആയപ്പോൾ നീച്ച്, പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെ കിടന്നുറങ്ങിയിട്ട് ഉറക്കം തവണ. എനിക്ക് ഒന്നാമത് ഇച്ചുവിന് എക്സാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യായിരുന്നു കേട്ടോ. അതിൻ്റെ നല്ല ടെൻഷൻ. സ്റ്റാർട്ട് ചെയ്യല്ല, അന്ന് ഇച്ചുവിന് GKൻ്റെ എക്സാം ആയിരുന്നു. എനിക്ക് അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മാഷാൻ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള സബ്ജക്റ്റൊന്നും ഞാൻ അങ്ങനെ പഠിപ്പിക്കുക റിവിഷൻ ചെയ്യാനിരുത്തി ഒന്നും ചെയ്തില്ല. പക്ഷേ ആൾ നല്ല ഓക്കെയായിരുന്നു, എനിക്ക് നല്ല കോൺഫിഡൻസും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം അവനങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതാ നമ്മൾ രാവിലെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് പൂവൊക്കെ ഇട്ടു കേട്ടോ. പൂവ് ഞാൻ ഈ മക്കൾ നീച്ചിട്ട് ഇടാമെന്ന് കരുതി, കാരണം മിച്ച എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതാ രാവിലെ ഒരു കുളി കഴിഞ്ഞ് ഒരു ഗ്ലാസ് പാൽ ചായ, അത് നിർബന്ധം. കാരണം വെളുപ്പാങ്കാലത്ത് നീക്കണമെങ്കിൽ ഒരു ഗ്ലാസ് പാൽ ചായ കുടിക്കണ്ടോ. കട്ടൻ ചായ ഒന്നും കുടിച്ചാൽ നമുക്ക് തലവേദന ഇളകും. അതുകൊണ്ട് നമ്മൾ ആ പണിക്ക് നിൽക്കാറില്ല. അപ്പോൾ അതാ നമ്മൾ ബാക്കിയുള്ള പരിപാടി ചോറ് തിളപ്പിച്ചിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് കഴിഞ്ഞിരുന്നു, ഉപ്പ് പൊട്ടിച്ചിട്ടു. പിന്നെ ഞാൻ എന്തൊക്കെയോ ഇരുന്ന് ആലോചിക്കണം. ആ ഒരു സമയം എന്ന് വെച്ചാൽ വല്ലാത്തൊരു. അപ്പോൾ അതാ നമ്മളെന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് കരുതി ആ ഒരു നിന്ന സമയം ആലോചിച്ചിരുന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഷോക്ക് അടിച്ചിട്ടുള്ളത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ടൈമാണ് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ മോർണിംഗ്, ആ വെളുപ്പാങ്കാലത്തെ തണുപ്പും നിശബ്ദതയും പിന്നെ കിളികളെ സൗണ്ടും ഒക്കെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കേട്ടോ. പിന്നെ അതിലുപരി ആ രാവിലെ നീച്ച് കുളിച്ച് വിളക്കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും തരാൻ പറ്റില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില സമയത്ത് വല്ലാതെ ഇങ്ങോട്ട് ഇമോഷണലി, അതായത് മെൻ്റലി ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ എന്തായാലും അതുപോലെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെ കേട്ടോ ആ ഒരു ടൈം തന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ക്ലാസ്സിലിരുന്ന് ഫുള്ള് ഉറക്കം തൂങ്ങലായിരുന്നു. എന്നാലും വേണ്ടില്ല, രാവിലെ ഞാൻ നല്ലൊരു ഇതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കടലക്കറിക്കുള്ള തേങ്ങ വറുത്തരച്ച് കടലക്കറി വെക്കാമെന്ന് കരുതി ഞാൻ വീഡിയോ എടുക്കണം. മിക്ക ദിവസം നമുക്ക് രാവിലെ അപ്പവും കടലയോ പുട്ടും കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കടലക്കറിക്കുള്ളതൊക്കെ അരച്ചതാക്കി. പിന്നെ ഇച്ചുമോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഉണ്ടായിരുന്നു, മുട്ട പുഴുങ്ങി പിന്നെ ഒരു കുഞ്ഞ് ദോശയും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. എന്തോ അങ്ങനെയൊക്കെ കരുതി. ആ ഡയറി എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ സാധനങ്ങൾ തീരുമാനം വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതാ നമ്മൾ കടലക്കറിക്കുള്ള തേങ്ങയൊക്കെ ചൂടാറാൻ വേണ്ടി വെച്ച് വയ്ക്കുകയാണ്. പിന്നെ അതാ ചായയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതാ ഇച്ചുമോനുണ്ട് കേട്ടോ വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ. ഈ വീഡിയോ എടുത്തപ്പോൾ മുതലേ എനിക്ക് തോന്നിയൊരു പ്രശ്നമാണ്, ഇത് കംപ്ലീറ്റ് ആക്കാൻ ഒരുപാട് ഗതികെടുന്നു. അതുപോലെ തന്നെ നമ്മളിത് ഓണവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എന്നിട്ടും വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. വോയിസ് ഓവർ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പകുതിക്ക് വെച്ച് അങ്ങനെ നിന്ന് പോകുന്നൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും വേണ്ടിയില്ല, ഇതങ്ങ് എഡിറ്റ് ചെയ്ത് ഇട്ടേ എന്നുള്ളൊരു വാശിയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് ഇടാതിരിക്കാനും എനിക്ക് തോന്നുന്നില്ല. ഓണം കഴിഞ്ഞാലും വിഷയമല്ല, എന്തായാലും നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് റൂട്ടീനാട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ എന്നും ഒരു ഓർമ്മയിൽ കിടക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെയും ഇതിവിടെ തന്നെ പോസ്റ്റ് ചെയ്യണം. ആരും എന്നെ ഒന്നും പറയരുത് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് നമുക്ക് നോക്കിയിട്ടും പറ്റാതെ പോയി ഒരു ഇതാണ്, എന്താണെന്നറിയില്ല. മറ്റ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴും വോയിസ് കൊടുക്കുമ്പോഴും ഇങ്ങനെ ലാഗ് ആവാറില്ല. ഇതെന്താ പറ്റിയെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോൾ അതാ നമ്മുടെ പണികളൊക്കെ ഏകദേശമൊക്കെ തീരാനായിട്ടുണ്ട് കേട്ടോ. ചോറായി, കറിയായി, ചായക്കായി, ഒരുപാട് കാര്യങ്ങളായി. അങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴും അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കേട്ടോ ഞാൻ. എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല, എന്തുകൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ ആയിപ്പോയി എന്ന്. പക്ഷേ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ എടുത്തതല്ലേ, അപ്പോൾ പിന്നെ
നമ്മൾ വോയിസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ നമുക്ക് കാസറോളിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ കറിക്കുള്ള കടലക്കറിക്കുള്ള കടുവും വറുക്കാൻ മോര് വെച്ചാനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും കൂടെ ഒരു രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതെന്ന്. കാരണം ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് എഫേർട്ട് എടുത്ത് ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ എനിക്ക് എടുത്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഞാൻ താല്പര്യം തോന്നി എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്താ ചെയ്യാനാ, ഇടാൻ എനിക്ക് എങ്ങനെ ചെയ്തിട്ടും പറ്റുന്നില്ല. എന്താ കാരണം എന്ന് എനിക്ക് ഇന്ന് വരെ പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഇതാ എന്താ പറയണ്ടതെന്ന് അറിയില്ല. എനിക്ക് എല്ലാ കാര്യം കൊണ്ടും അനുകൂലമായിട്ട് കിട്ടിയ ഒരു വീഡിയോ കേട്ടോ. കാരണം ഒട്ടും ടെൻഷനില്ലാതെ സമാധാനമായിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതാ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ. രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടം കൊണ്ട് തീരുക കേട്ടോ. പിന്നെ ഇതാ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയും കടലക്കറിയൊക്കെ ഞാൻ എന്തായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. ആദ്യം കറീൻ്റെ പണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ചൂടോടൊക്കെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് തുടങ്ങുന്നതും അവസാനിക്കുന്നതൊക്കെ. ചില ദിവസങ്ങളിൽ വെളുപ്പിനെ നിൽക്കും, ചിലപ്പോൾ അതിന് ലേറ്റായി ഒരു 7 മണി 7:30 ആകുമ്പോൾ നിൽക്കും. അന്നത്തെ ദിവസം പക്കാ ഫ്ലോപ്പ് ആകുന്നുണ്ടോ. നമ്മളിപ്പോൾ ആണെങ്കിലോ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്താണെന്നല്ലോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. എങ്കിൽ കൂടി ഞാനൊക്കെ ഹാൻഡിൽ ചെയ്തു. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി ആ പഴയ മടിയിലേക്ക് വരുന്നുണ്ട്. മൈൻഡൊന്നും ഒട്ടും ഓക്കെ അല്ല. നമുക്ക് പഴയ പോലെ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഏകദേശം നമ്മളെ ചാനലൊരു 99,999 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇച്ചുവിനുള്ള സ്നാക്സും കൂടെ ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയതും ഒരു 4 കുട്ടി ദോശയും കൂടെ ഇട്ട് വയ്ക്കുന്നത്. മുട്ട പുഴുങ്ങിയതിൽ ഞാൻ രാവിലെ മിക്ക ദിവസവും ഒന്നും കഴിക്കാതെയാണ് പോലെ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ സ്നാക്സ് കൊടുത്തിടുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തന്നെ കൊടുത്തിടുന്നുണ്ട്. അപ്പോൾ കുട്ടി ദോശയിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ചിട്ട് മുട്ടയിലെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ എന്തായാലും അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടോട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരിടയ്ക്ക് നമ്മളെ വീഡിയോസ് നല്ല രീതിയിൽ ക്ലിക്കായി കൊണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം കൊണ്ടൊക്കെ പിന്നെ നമ്മളെ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റക്കായിട്ട് വന്നിരുന്നു. നമ്മൾ ഏതോ ഒരു ലോങ് വീഡിയോയ്ക്ക് 1.3K വ്യൂസൊക്കെ ഉണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാട്ടോ. കാരണം ഒന്നുമില്ലാതെ ഒരു 150-200 വ്യൂസ് മാത്രമുള്ള ഞാൻ അത്രയും വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതാ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാം. ഹെൽത്തൊക്കെ ഒന്ന് നോക്കണം എന്ന് എന്നും കരുതും. പക്ഷെ പറ്റുന്നില്ല. 2-3 ദിവസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. പിന്നെ ആ പഴയ രീതിയിലേക്ക് തന്നെ വരുമ്പോൾ മടി, ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി. അത് മാറാൻ വല്ല ടിപ്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരിക. കാരണം ഹെൽത്ത് പറ്റ വീക്കാണ്. ഇങ്ങനെയൊക്കെ ഞാൻ നോക്കിയിട്ടും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഒരു 2-3 ദിവസമൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കും, വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒന്ന് ഞാൻ ഓക്കെ ആയെന്ന് കാണുമ്പോൾ ഞാൻ പിന്നെയും പഴയ ഒരു ഇതിലേക്ക് പോകണം. മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകണം. എനിക്ക് അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളും എടുത്തു തുടങ്ങി. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിലേക്ക് പോയി കഴിയുന്നു തോന്നുന്ന ആ ഒരു ടൈമിലായപ്പോഴാണ് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, എന്തിലേലൊക്കെ എൻഗേജ്ഡ് ആവാം എന്ന് കരുതിയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ്. അല്ലാതെ പ്രത്യേകിച്ച് വരുമാനം കരുതിയിട്ടോ അങ്ങനെ ഒന്നും കരുതിയിട്ടല്ല. എനിക്കൊരു നേരം പോക്ക് എന്ന രീതിയിൽ വേണ്ടി മാത്രം ഞാൻ തുടങ്ങിയൊരു ചാനലായിരുന്നു. നമ്മൾ ലോങ് വീഡിയോസും അന്ന് എനിക്കൊരു 100-110 വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോസ് ആരെങ്കിലും 1-2 പേരെങ്കിലും കാണുന്നുണ്ടല്ലോ കരുതി ഞാൻ ഇട്ടൊരു വീഡിയോസ്. നമ്മളെ ഫസ്റ്റ് വീഡിയോസ് തന്നെ ഏകദേശം നല്ല രീതിയിൽ ക്ലിക്കായിട്ട് വരുന്നുണ്ടാവുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് എഡിറ്റിംഗ് എന്താണെന്നോ ഒരു വീഡിയോ എങ്ങനെ എടുക്കണമെന്നോ എഡിറ്റിംഗ് എന്താണെന്നൊന്നും അറിയാതെ ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ചെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ചെയ്യണമെന്ന് നമ്മൾ നല്ല ഡെഡിക്കേറ്റഡായി കഴിഞ്ഞാൽ നമുക്കതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അതിൻ്റെ ഏക ഉദാഹരണമാണ് ഞാൻ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നല്ല ആക്റ്റീവ് ആവും. മടി പിടിച്ച് കഴിഞ്ഞാൽ കുഴിമടി എത്തും, അത് വേറെ കാര്യം. അപ്പോൾ ഇതാ നമ്മൾ 2 കുഞ്ഞുമണികളെ നീപ്പിച്ച്
ഇച്ചുവിന് എക്സാമുള്ള ഒരു ദിവസമായിരുന്നു. പിന്നെ നമ്മൾ അത്തത്തിൻ്റെ അന്നാണ് പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ വിളിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ അവരെ വിളിച്ച് നീപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വിളിച്ച് നീപ്പിക്കുന്നില്ല കേട്ടോ, ഉറങ്ങിക്കോട്ടെ വരും. പിന്നെ ഞാൻ നീക്കുമ്പോൾ അവരും നീക്കും. ഇത് വെളുപ്പിനായത് കൊണ്ട് അവർ നീച്ചില്ല കേട്ടോ. നീച്ചപ്പോഴും ഞാൻ തട്ടി ഉറക്കി. പിന്നെ ഇത് അമ്മുടുക്കുട്ടന് വെള്ളം വേണം കേട്ടോ. അമ്മുടുക്കുട്ടൻ എഴുന്നേറ്റ് പാടെ വെള്ളം കുടിക്കട്ടെ. പിന്നെ ഞാൻ റൂമിൽ നിന്ന് കുപ്പിയെടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ അവനത് എടുത്ത് കുടിക്കണം. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അത് നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ അതാണ് ഞാൻ 2 സുട്ടുമണികളെയും കുളിപ്പിച്ചുകൊണ്ട് പിന്നെ 2 ആളെ ഒന്നിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വേറെ കുറേ ചെയ്യിപ്പിക്കുക. നമ്മൾ വഴക്കാവും തല്ലാവും ഒക്കെയാണ്. പക്ഷേ 2 ആളെ ഞാൻ ഒന്നിച്ച് ഏറെക്കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഇതാക്കുന്നത്. പിന്നെ ഇതാണ് നമ്മൾ പറിച്ച് പൂവിട്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ ലോങ് വീഡിയോ ഇടണമെന്ന് പക്ഷേ ഇന്ന് വരെ നടന്നിട്ടില്ല. അത് തന്നെയാണ് അടുക്കളയിലിരുന്ന് അവനെ പഠിപ്പിക്കുന്നത്. GK ആണ്. ആൾക്ക് ഭയങ്കര ടഫാണ് GK. ഞാൻ കരുതിയതുപോലെ തന്നെ ഞാൻ എന്ത് ചോദിക്കുമെന്ന് കരുതി അത് തന്നെ ചോദിക്കുകയും ചെയ്തു, ആളത് തെറ്റിക്കുകയും ചെയ്തു. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇച്ചിന് അത്യാവശ്യം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 4 സബ്ജക്റ്റുകളിൽ 3 സബ്ജക്റ്റിന് ഫുൾ മാർക്കും GKക്ക് 46 ആയിരുന്നു കേട്ടോ ആൾക്ക് ഉണ്ടായിരുന്നത്. ആളെ 4 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എനിവേ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് അവൻ്റെ പെർഫോമൻസിൽ. കാരണം കുഞ്ഞു മക്കളല്ലേ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇങ്ങനെയൊക്കെ എത്ര അവനെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അവൻ ഓക്കെ ആവും. നമ്മൾ കുട്ടികളെ വല്ലാതെ ഫോഴ്സ് ചെയ്യരുത് ഒരു കാര്യത്തിന്, പഠിക്കാനാണെന്നുണ്ടെങ്കിലും വല്ലാതെ ഫോഴ്സ് ചെയ്യരുത്. അവരെ വഴിക്കുന്നു. അവരെ വഴി പിന്നെ നമ്മൾ വീടാണെന്ന് കരുതി എല്ലാം അവരതിനങ്ങ് നിർത്തണമെന്നല്ല. അവരെ കൂടെ ഇരുന്ന് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അവരെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഇതാക്കാം. തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഒരുപാട് കഴിയുമ്പോൾ അവർക്കത് ശീലമാകും, അവർക്ക് തന്നെ തോന്നും. പിന്നെ ഇച്ചുവിൻ്റെ കാര്യം അങ്ങനെയായിരുന്നു. ഇച്ചുവെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആളൊന്ന് എഴുതിക്കാനും ഒന്ന് വായിപ്പിക്കാനും ഒക്കെ. പിന്നെ ആൾ ഓക്കെ ആയി വന്നു, ബെറ്ററായി വന്നു. അവൻ തന്നെ ഇഷ്ടത്തോടെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് മടിയും കാര്യങ്ങളുണ്ട്. കുറേ ആയിട്ട് ക്ലാസ്സിന് പോവാത്തതിൻ്റെ ഒരു മടി കേട്ടോ. ആ റൂട്ടീനിലേക്ക് അങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. നമ്മൾ അങ്ങോട്ട് പറയണം. അവൻ ഒറ്റയ്ക്ക് അവൻ്റെ ഇതിൽ ഞാൻ വിടാറുള്ളൂ. അല്ല കൂടുതൽ വൃത്തിക്കോ നല്ല നീറ്റായിട്ട് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല. അവനെങ്ങനെയാണോ പറ്റുന്നത് അതേപോലെ ചെയ്യാനേ ഞാൻ ഇന്ന് വരെ അവനോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്തായാലും ആ കാര്യത്തിൽ ഫോഴ്സ് ചെയ്യാറില്ല. പഠിപ്പിക്കാൻ ഞാൻ കൂടെ ഇരിക്കുന്നു, സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കൂടെ ഇരിക്കും. അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കും. പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ കിടക്കാൻ നോക്കും. ആ സമയത്ത് ഞങ്ങൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അവന് വേണ്ടി ഞാൻ കുറച്ച് സമയം അങ്ങനെ കൊടുക്കുന്നുണ്ടോ. ഞങ്ങൾ 3 പേരും കുറച്ച് ടൈം അങ്ങനെ കൊടുക്കും. അത് നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഹാപ്പിനെസ് ഉള്ളൊരു കാര്യം കേട്ടോ. അവർക്ക് വേണ്ടി ഒരു ടൈം നമ്മുടെ ലൈഫിൽ മാറ്റി വെച്ചേ പറ്റി. എത്ര തിരക്കുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ റോളിങ് അച്ഛൻ്റെയും അമ്മേൻ്റെയും 2 ആളെ റോളും ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് ഒരുപാട് വിഷമം വരും. കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അച്ചായിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അച്ചായി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും ഒരു വിഷമം വരും. ആ വിഷമം നല്ലപോലെ എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓരോന്നും പറഞ്ഞാൽ നമ്മളെ വീഡിയോ എന്തോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വന്നേ എന്തൊക്കെയോ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.